ഗൈസ്, ഇന്ന് ഞാനൊരു കാര്യം പരിചയപ്പെടുത്തി തരാം. ഒരു ഓസ്ട്രേലിയക്കാരൻ നട്ട്സ് ഇതാണ്. അപ്പോൾ ഈ നട്ട്സിൻ്റെ പേര് മക്കഡാമിയ നട്ട്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്വദേശം ഓസ്ട്രേലിയയാണ്. ഇപ്പം സൗത്ത് ആഫ്രിക്കയിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ദുബായിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നേ ഈ നട്ട്സ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ നട്ട്സ് കാണുന്നത്. ഇപ്പം നമ്മുടെ റബ്ബറിൻ്റെ കുരുപോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു സാധനമാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പം ഫസ്റ്റ് കഴിക്കുമ്പോൾ നമുക്കൊരു ബട്ടറി ടേസ്റ്റും ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇത് നമുക്ക് നോർമലി പൊട്ടിച്ച് കഴിക്കാൻ പറ്റത്തില്ല. അതിന് ഈ നട്ട് ക്രാക്കർ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. ആ ടൂൾ വെച്ച് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ പൊട്ടിച്ച് കഴിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ നട്ട്സ് നല്ല മണമാണ്. നമ്മുടെ കോക്കനട്ടിൻ്റെയൊക്കെ ഒരു മണമുണ്ട്. അപ്പോൾ ഇത് പൊട്ടിക്കാനായിട്ട് ഇതിൻ്റെ അകത്താണ് ഈ നട്ടിരിക്കുന്നത്. ഇതിൻ്റെ പുറത്ത് ഇത് ഷെല്ലാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് പൊട്ടിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ട്, നട്ട് ക്രാക്കർ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. അത് വെച്ച് പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് പൊട്ടിച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് കഴിക്കുന്നത്. ഇത് ഭയങ്കര ന്യൂട്രീഷ്യൽ ബെനിഫിറ്റൊക്കെ ഉള്ള ഒരു നട്ട്സാണ്. ഫസ്റ്റ് നമുക്കൊരു കഴിക്കുമ്പോൾ ബട്ടറി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മക്കഡാമിയ നട്ട്സ്. ഇത് പൊട്ടിച്ച് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നട്ട് ക്രാക്കർ. ഇത് വെച്ച് ഇത് വയ്ക്കുക, ഒരു നന്നായിട്ട് ശക്തി കൊടുക്കണം. ഓക്കെ, ഇതാണ് മക്കഡാമിയ നട്ട്സ്. ഓക്കെ, കഴിക്കാം. ബട്ടറി ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിന്. നമ്മുടെ കൊളസ്ട്രോളൊക്കെ കുറയ്ക്കും. പിന്നെ അതുപോലെ നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ് എന്നാണ് പറയുന്നത്. ഓസ്ട്രേലിയക്കാരനാണ് കേട്ടോ ഈ സാധനം. അപ്പോൾ എങ്ങനെയാണ് പൊട്ടിക്കണത് കണ്ടല്ലോ, ഒന്നുകൂടെ കാണിച്ചു തരാം. ഇന്നൊരു വെട്ട് വരുന്നുണ്ട്. ഇതിൽ വെട്ട് വരുന്നതാണോ അത് ഇവർ ഇടുന്നതാണോ എന്ന് അറിയാൻ വയ്യ. ഇത് ഇതിൻ്റെ ഇടയിൽ ഇത് കയറ്റുക, ജസ്റ്റ് ചെയ്യുക. ഇതങ്ങനെ കിട്ടും. ഇതാണ് ഐറ്റം. അപ്പോൾ നിങ്ങൾ മക്കഡാമിയ നട്ട്സ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വാങ്ങിച്ചൊന്ന് കഴിച്ചു നോക്കുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. ഓക്കെ, ഓൺലൈനിലൊക്കെ കിട്ടും. ഓക്കെ, ബൈ. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.